പ്രതാപനും നീയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാ ഞാൻ പറയുന്നത്. ബന്ധോ? എന്തു ബന്ധം? രാമായണ കഥ മുഴുവൻ വായിച്ചിട്ട് സീത രാമന്റെ ആരാണെന്ന് ചോദിക്കും പോലെ ആണല്ലോടി ഇത്. നീയേ അവനോട് കൂടുതൽ അടുക്കണം. രാധമേ, എനിക്കൊരു അർജന്റ് കോൾ ചെയ്യാനുണ്ട്, ഞാനിപ്പോ വരാവേ. എന്താടാ, കല്യാണ സ്ഥലത്ത് വെച്ച് വല്ല പ്രശ്നം ഉണ്ടായോ? ഏയ് ഇല്ല. എന്താമ്മേ? അമ്മ ചോദിക്കുന്നതില് കാര്യമുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തോ ഒരോടൊക്കൊണ്ടായിട്ടുണ്ട്. ഏയ് അങ്ങനെയൊന്നുമില്ല. ഒരു പാവപ്പെട്ട പെണ്ണിനെയും അവരുടെ കുഞ്ഞിനെയും വഴിയാധാരമാക്കി ഈ കല്യാണത്തെ വർമ്മസാർ അംഗീകരിച്ചാല് അതില് ഋതുവിന് ചെറിയൊരു ദേഷ്യമുണ്ട്, അതായിരിക്കും. ആ, പിണക്കം ഉണ്ടമ്മേ, അത് സത്യം. ഒന്ന് ചുമ്മാ അരിയടി. കോൾ അറ്റൻഡ് ചെയ്യാത്തെന്താ? ഈ മാഡം ഇത് എവിടെ പോയി? കുറെ നേരമായിട്ട് ഫോൺ ബെല്ലടിക്കുന്നുണ്ടല്ലോ. ആ, മാഡം ഇത് എവിടെ പോയതാ? ഋതുമോളെ വിളിക്കുന്നത്. ആ മോളെ, അമ്മ ഇതെവിടെയാ? ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. കാര്യം എന്താ മോളെ? അമ്മ, ഞാൻ വല്ലാത്ത ടെൻഷനില്ല, അതമ്മ മനസ്സിലാക്കണം. അമ്മ സംയുക്ത അച്ഛനും തമ്മിലുള്ള പ്രശ്നത്തില് ഇടപെടുന്നുണ്ടോ? അതിപ്പോ എന്റെ അച്ഛനെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഞാനിത് പറയുന്നത്. അച്ഛനൊരു മനുഷ്യനല്ലേ. അച്ഛൻ രാജ്യം ഭരിക്കാൻ മിടുക്കനാണെങ്കിലും പേഴ്സണലായി ഒരു പാവ. ആ അംബിക അച്ഛനെ കൊണ്ടുചെന്ന് കുടുക്കിൽ പെടുത്തും. ഹലോ, അമ്മയ്ക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അച്ഛനും സംയുക്തയും തമ്മിലുള്ള കല്യാണം ആ അംബിക നടത്തുമെന്ന്. നീ ഇത്രയും ബുദ്ധിയുള്ളവളായിട്ടും നിന്റെ അച്ഛനെ പഠിച്ചില്ലല്ലോ മോളെ. അച്ഛനെ പഠിച്ചതുകൊണ്ടാ ഞാനത് അമ്മയോട് വിളിച്ച് പറയുന്നേ. നീ അച്ഛനെ ഒന്നും പഠിച്ചിട്ടില്ല. പ്രതാപേട്ടന് മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കാമായിരുന്നെങ്കിൽ അതെന്നേ ആകായിരുന്നു. അമ്മ വീണ്ടും ആ പഴയ പല്ലവി തന്നെയാണോ പാടുന്നത്? എന്റെ മോളെ, അംബിക അല്ല, ഇനി ഉടയ തമ്പുരാൻ വന്ന് പറഞ്ഞാൽ പോലും പ്രതാപേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. മൾട്ടി ടാലന്റ് പേഴ്സണാലിറ്റി ഉള്ള ആളാ നിന്റെ അച്ഛൻ. അമ്മ, മോൾ ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. തൽക്കാലം ജീവിക്കാൻ ഒരു പിടിവള്ളി കിട്ടിയിട്ടുണ്ടെങ്കിലും ശ്രീലക്ഷ്മി ഇന്ന് വളരെ ടെൻഷനിലായിരിക്കും. മോള് അവളെ ഒന്ന് സൂക്ഷിച്ചാ മതി. ശരി മോളെ. ആരായിരുന്നു ഫോണില്? എന്റെ ഒരു ഫ്രണ്ടാ. ഏത് ഫ്രണ്ട്? രാജുനറിയില്ല, പഴയ ഫ്രണ്ടാ, ഒരു കൃഷ്ണജ. നീ എന്താടി മഴയത്ത് നിന്ന് കയറിയ കോഴിയെ പോലെ നിൽക്കുന്നേ? ഞാനേ വളരെ ഗൗരവമുള്ള ഒന്ന് രണ്ട് കാര്യം പറയാനാ വന്നത്. എന്താ ചേച്ചി? ഞാനേ ഒത്തിരി ആലോചനകൾക്ക് ശേഷമാ നിന്നെ കാണാൻ വേണ്ടി വന്നത്. ഇതുവരെ പറഞ്ഞതുപോലെ അല്ല. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങള് നീ നടപ്പിലാക്കിയേ പറ്റൂ. എന്താ ചേച്ചി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറയാം. പറയണമല്ലോ, ഇത് എന്റെ ആവശ്യമാണല്ലോ. പ്രതാപനും നീയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാ ഞാൻ പറയുന്നത്. ബന്ധോ? എന്തു ബന്ധം? രാമായണ കഥ മുഴുവൻ വായിച്ചിട്ട് സീത രാമന്റെ ആരാണെന്ന് ചോദിക്കും പോലെ ആണല്ലോടി ഇത്. നീയേ അവനോട് കൂടുതൽ അടുക്കണം. നിനക്കേ അവനോട് മുടിഞ്ഞ പ്രേമമാണെന്ന് അവൻ കരുതണം. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കങ്ങനെയൊന്നും പറ്റില്ല. നിനക്കെന്താ പ്രേമിക്കാൻ അറിയില്ലേ? ദേ, നീ വലിയ ശാലീനമതി കളിക്കല്ലേ. നീയും ആ രുദ്രനും തമ്മില് ചേച്ചി പേടിയുണ്ടല്ലേ? ദേ, പലതും പേടിക്കണം. ഇതുവരെ നീ എന്നെ ഇട്ട് വട്ടം കളിപ്പിച്ചു. ഇനി അത് പറ്റില്ല. പ്രതാപനോട് നീ കൂടുതൽ അടുപ്പം സ്ഥാപിക്കണം.
പ്രേമിക്കണം. ചേച്ചി, ഞാൻ വളരെ ബഹുമാനിക്കുന്ന ആളാ വർമ്മ സാറ്. അതിനെന്താ? ബഹുമാനിക്കുന്ന ആളെ പ്രേമിച്ചൂടെ? പ്രേമിക്കണം. ആ, അവൻ ചിലപ്പോ ഇനിയൊരു കല്യാണത്തിനൊന്നും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷേ നീ അവനെ കറക്കി വീഴ്ത്തണം. അവൻ നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം അവന്റെ സ്വത്തുക്കളെല്ലാം നിന്റെ പേരിലേക്ക് മാറ്റണം. എനിക്കും ദീപക്കിനുള്ള അവകാശം നേടിയെടുക്കാൻ അങ്ങനെയൊക്കെ പറ്റൂ. ദേ, ഇതനുസരിച്ചില്ലെങ്കിലേ നിന്റെയും നിന്റെ അപ്പൂപ്പന്റെയും കൂടെ പിറപ്പുകളുടെയും കാര്യത്തില് ഞാനങ്ങ് കണ്ണടയ്ക്കും. അതുമാത്രമല്ല, നിങ്ങൾ ജീവിക്കണോ വേണ്ടേന്നുള്ളത് ഞാനങ്ങ് തീരുമാനിക്കും. മനസ്സിലായോടി? ഇതിലും ഭേദം മരിച്ചാ മതിയായിരുന്നു. പക്ഷേ എന്റെ കൂടെ പറപ്പുകള് രോഗിയായ അപ്പൂപ്പൻ. അമ്മ, ഈ മുട്ട പൊരിച്ചത് ആ സൈഡിൽ വെച്ചോ. മുട്ട പൊരിച്ചതെന്ന് പറഞ്ഞപ്പോ തന്നെ നിന്റെ വായിന്ന് തുപ്പല് തെറിച്ചില്ലോടി. കൊതി കൊണ്ട് വായിലൂടെ വള്ളം ഓടിക്കാം. നിനക്ക് മുട്ട പൊരിച്ച് ചമ്മന്തി പയറ് തോരനും കൂട്ടിയുള്ള ഊണ് നല്ല ഇഷ്ടമാണെന്ന് അമ്മയ്ക്കറിയാം. ഉച്ചയ്ക്ക് തരാട്ടോ. ശ്രീലക്ഷ്മി വന്നതോടെ എന്നോടുള്ള അമ്മയുടെ സ്നേഹത്തിന്റെ അളവ് കുറഞ്ഞു എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചതാ. ഇപ്പൊ എനിക്കത് മാറി കേട്ടോ. യൂണിഫോം ധരിച്ചു പോകേണ്ട ജോലിയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഇഷ്ടമുള്ള ഏത് ഡ്രസ്സും ധരിക്കാം. എനിക്ക് ചുരിദാറാണോ സാരിയാണോ നല്ലത്? ശ്രീക്ക് രണ്ടും നല്ലതാ. ഇതിപ്പോ ചെറിയ ജോലിയല്ലല്ലോ. ഇൻകം ടാക്സ് ഓഫീസിലെ ടാക്സ് അസിസ്റ്റന്റ് അല്ലേ? പ്രമോഷനായി ഇൻകം ടാക്സ് ഓഫീസറോ ഇൻസ്പെക്ടറോ എന്ത് വേണമെങ്കിലും ആവാലോ. എടേ, ഇതുവരെ ഇറങ്ങാറായില്ലേ? ആദ്യമായിട്ടൊരു ഓഫീസിലേക്ക് പോണതാ. ഒരു 10 മിനിറ്റ് നേരത്തെ ചെന്നൂടെ? ദേ, അച്ഛൻ അവിടെ കിടന്ന് കയറ് പൊട്ടിക്കാൻ തുടങ്ങി. കയറ് പൊട്ടിക്കാൻ നിന്റെ അച്ഛനാര് കാളയോ? എടി മോളെ, വേഗം ഒന്ന് ഇറങ്ങാൻ നോക്കടി. ശ്രീ വിളിക്കുന്നു. വാ വാ. എടി മോളെ. ദാ വരുന്നു. നീ വാ.